പ്രിയപ്പെട്ട അജയൻ സർ, വേദിയിലിരിക്കുന്ന മഹത് വ്യക്തികളെ, സാഹിത്യ പ്രേമികളെ, സാധാരണ ജീവിതത്തിൽ അസൂയ എന്ന് പറയുന്ന ഒരു കാര്യം മനസ്സിലൂടെ പോകാത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ആദ്യമായിട്ടായിരിക്കും എനിക്ക് അസൂയ ഭയങ്കരമായിട്ട് വരുന്നത് എന്നൊരു സംഭവമാണ് ഈ ലൈബ്രറിയിൽ വന്നതിന് ശേഷം. എൻ്റെ മനസ്സിൽ കുറച്ച് നാളായിട്ട് ആദ്യമായിട്ട് ഞാൻ ഇവിടെ വന്നപ്പം തൊട്ട് തുടങ്ങിയതാണ്. ഇതിലും നല്ലൊരു ലൈബ്രറി എൻ്റെ നാട്ടിൽ വേണം, അതിങ്ങനെ കൊണ്ടു നടക്കുക. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു 5 വർഷമെങ്കിലും എടുക്കും ഈ എൻ്റെ ഒരു ഡ്രീം അവിടെ എത്താനായിട്ട്. വേണമെങ്കിൽ എനിക്ക് ബിൽഡിങ് വേണമെങ്കിൽ ഇതിലും വലുതായിട്ട് പണിയാം, പുസ്തകങ്ങളും വേണമെങ്കിൽ 1 വർഷം കൊണ്ട് ഞാൻ ഒപ്പിക്കും. പക്ഷേ ഒരു ലൈബ്രറി ആവണമെങ്കിൽ ഇവിടെ പോലെ 15,000 പേരുണ്ടെന്നാണ് പറഞ്ഞത് ഇവിടുത്തെ വായനക്കാർ. അത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതിൻ്റെയൊക്കെ ഭാഗമാണ് നിങ്ങൾ. അതിനാണ് എനിക്ക് വേണ്ടത് 5 വർഷം. ഞങ്ങളുടെ നാടെന്ന് വെച്ചാൽ അങ്ങനെ ഇതുപോലെ ഒന്നുമില്ല, പാലക്കാട് പോലെ ഒന്നുമില്ല. ഇപ്പം കേരളത്തിൽ പാലക്കാടുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട്, അത് ഞങ്ങളുടെ നാടാണ്, പുനലൂർ. കാര്യം ചൂടിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ ചുരത്തിൻ്റെ മുന്നിലായത് കാരണം തമിഴ്നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ ടാക്സ് കൊടുക്കാതെ നമുക്ക് കിട്ടുന്ന ചൂട് എല്ലാ തവണയും റേഡിയോയിൽ കേൾക്കാമല്ലോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂടും തണുപ്പും പാലക്കാട് എന്നൊക്കെ പറഞ്ഞത് പുനലൂരാണ്. ഇനി പാലക്കാടിനൊപ്പം ഞാൻ വാശിക്ക് എടുത്തിരിക്കുകയാണ് 5 വർഷത്തിൽ അജയ് സാറിനെ കൊണ്ട് തന്നെ ഞാനൊരു അവാർഡ് വാങ്ങിപ്പിക്കും. അജയ് സാറിന് ഞങ്ങൾ പുനലൂരിൽ വെച്ചിട്ട് കേരളത്തിലെ മികച്ച ലൈബ്രറിയുടെ അത് പാലക്കാടിന് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് ഞങ്ങളും 5 വർഷത്തിൽ വാങ്ങിക്കും. അതിനുള്ള വർക്ക് ഞങ്ങൾ തുടങ്ങി. പക്ഷെ പ്രശ്നം ഇതൊന്നുമല്ല. അജയ് സാറിന് ഈസി ആയിരുന്നു. കാര്യം വായനാശീലമുള്ള ഒരു കാലത്താണ് 15,000 പേരെ ഇവിടെ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ പുതിയ തലമുറ വായനയിൽ നിന്ന് അകന്നകന്ന് പോകുന്നതാണ്. ഇവിടെ തന്നെ ഇന്ന് ഈ ചടങ്ങിൽ പുതിയ തലമുറയിലെ എത്ര പേരുണ്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കണക്കെടുത്താൽ മതി. ഇപ്പം എനിക്കത് പറയാനുള്ള അവകാശമില്ല. എൻ്റെ കുട്ടികൾക്ക് മലയാളം അറിയില്ല. ഒരാൾ തപ്പിത്തടഞ്ഞ് വായിക്കും. മലയാളം പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് വിട്ടിരുന്നു, പക്ഷേ മലയാളം പറയും. വീട്ടിൽ മലയാളം മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ, പക്ഷേ പഠിക്കാനുള്ള അവസരമില്ല. ഇതാണ് നമ്മളുടെ കേരളത്തിന് പുറത്തുള്ള സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ എല്ലാം ഉള്ളത്. മലയാളത്തിൽ നിന്ന് അവരകന്നുപോയി. പക്ഷേ ഇവർക്ക് മലയാളം കേട്ടാൽ മനസ്സിലാവുന്നവരുണ്ട്. ഇനി കേരളത്തിലുള്ളവരുടെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ രീതികളിലേക്ക്, എസ്പെഷ്യലി AI വേൾഡിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ വേറൊരു രീതിയിലാണ് കാര്യങ്ങളെ കാണുന്നത്. വായിക്കേണ്ട കാര്യങ്ങളില്ല, എല്ലാം ശബ്ദത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നു, ശബ്ദത്തിലൂടെ നമ്മൾ പകർന്നു കൊടുക്കുന്നു. ആ കാര്യത്തിലേക്ക് പോകുമ്പോൾ നമ്മളിലൊന്നും ഇപ്പം ഇവിടെ ഇരിക്കുന്ന ആരുടെയും കയ്യിൽ മെറ്റാഗ്ലാസ് ഇല്ല. മെറ്റാഗ്ലാസ് ആദ്യം ഇറങ്ങിയ ഫസ്റ്റ് ഡേ തന്നെ വാങ്ങിയ വ്യക്തി ഞാൻ. മെറ്റയുടെ ലോകത്തേക്കാണ് നമ്മൾ അടുത്ത ഏതാനും വർഷങ്ങളിൽ പോകുന്നത്. നമ്മുടെ എല്ലാം കുട്ടികളുടെ കയ്യിലുണ്ടാവും. ഈ മെറ്റാഗ്ലാസ് വെച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ടാവില്ല. മാക്സിമം നിങ്ങളുടെയൊക്കെ കയ്യിൽ 5 വർഷം കൂടെ ഉണ്ടാവും. ഞാനിട്ട് അവാർഡ് വാങ്ങാൻ വരുന്ന ദിവസം ഇവിടെ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ മൊബൈൽ ഉണ്ടാവില്ല. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം എഴുത്തും വായനയും, മലയാളം വായിക്കാൻ മലയാളം അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല, എഴുതേണ്ട കാര്യമില്ല. തന്നെ ആ മെറ്റാഗ്ലാസ് തന്നെ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഏത് ഭാഷയും അത് തന്നെ വായിച്ച് അത് തന്നെ നമ്മൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പകർന്നു തരുന്ന രീതിയിലേക്കാണ് ടെക്നോളജി മാറുന്നത്. ഞാൻ ഇന്നലെ കഷ്ടകാലത്തിന് തൃശ്ശൂർ അക്കാഡമിയിൽ വെച്ചിട്ട് ഞാനിത് ജീവിതത്തിൽ എല്ലാ ദിവസവും പ്രാവർത്തികമാക്കുന്നതും ഞങ്ങളുടെ എല്ലാ എംപ്ലോയീസിനെ ഇത് ട്രെയിൻ ചെയ്യുന്നതും AI ട്രെയിനിങ് ആണ്. ഞങ്ങൾക്കെല്ലാം മാൻഡേറ്ററി ആണ്. ഒരു വർഷം മിനിമം 25 മണിക്കൂർ ട്രെയിനിങ് നടത്തണം. ഞാനൊക്കെ കഴിഞ്ഞ 2 മാസം കൊണ്ട് 10-30 മണിക്കൂർ ട്രെയിനിങ് കഴിഞ്ഞതാണ്. അപ്പം ഞങ്ങളിപ്പോൾ AI-യെക്കുറിച്ചല്ല തിങ്ക് ചെയ്യുന്നത്. ഈ AI ആൾക്കാർ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഇനി വരാൻ പോകുന്നത് AI-യേക്കാൾ 1000 ഇരട്ടി ഭീകരനായ, അതായത് ഒരു പരൽമീനെ വിഴുങ്ങുന്ന ഒരു തിമിംഗലം പോലെയുള്ള AGI എന്ന് പറയുന്നൊരു ടെക്നോളജി ഉണ്ട്. അത് നമ്മളുടെ പഠിക്കൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. AGI വരുന്ന കാലത്ത് നമ്മൾക്ക് തന്നെ എക്സിസ്റ്റൻസ് ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ എഴുത്തിൻ്റെ ലോകം എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അവിടേക്കാണ് കടന്നു വരുന്നതിനെക്കുറിച്ച് ഞാൻ കഷ്ടകാലത്തിന് ഇന്നലെ ഈ സാഹിത്യ സദസ്സിലൊന്ന് പറഞ്ഞു പോയി. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, ഇങ്ങനെ വരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരു പുസ്തകം എഴുതുന്ന വ്യക്തി ഒരാളെയോ 10 പേരെയോ വായനക്കാരെ സൃഷ്ടിക്കണം. അതിനുള്ള ചടങ്ങ് തുടങ്ങാം. ഇല്ലെങ്കിൽ ഞാൻ എഴുതിയ പുസ്തകം ഞാൻ മാത്രം വായിച്ച് തൃപ്തി അടയേണ്ടി വരും.
ലൈബ്രറികളെല്ലാം എഴുത്തുകാരുടെ ശ്മശാനങ്ങളായി മാറുമെന്ന് ഒന്ന് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. സദസ്സ് 2 ആയി. പിന്നെ അവിടെ അന്ന് ആ ചടങ്ങ് ഞാൻ കഷ്ടകാലത്തിന് ഞാൻ ഇനാഗുറേറ്റ് ചെയ്ത ഫംഗ്ഷനാണ്. ഇന്നലെ അവിടെ വേറെ ഒരു ചർച്ച നടന്നിട്ടില്ല. ഇന്നലെ അത് മാത്രമായിരുന്നു. ദയവ് ചെയ്ത് ഇന്ന് ഇതിൽ കയറിയേറ്റ് പിടിക്കരുത്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാൻ പറ്റത്തില്ല. ഞാനിത് പറയുന്നത് ഇവിടുത്തെ എഴുത്തുകാരിലും വായനക്കാരിലും അതിൻ്റെ തീവ്രത എന്താണെന്ന് അറിയത്തില്ല. ഇപ്പം ഞാൻ ഹോളിവുഡുമായിട്ട് അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. കാര്യം സിനിമ നമ്മളുടെ എല്ലാം ഒരു മായിക ലോകമാണ്. എല്ലാവരുടെയും ആഗ്രഹം അവസാനം സിനിമയിൽ എത്തണം എന്നൊരാഗ്രഹം വരും. എഴുത്തുകാരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. നമ്മളുടെ ആ സിനിമയ്ക്ക് അങ്ങനെ ഒരു മാസ്മരിക പവറുണ്ട്. അതിൽ തന്നെ ഏറ്റവും അഡ്വാൻസ് ആയിട്ട് നിൽക്കുന്നത് എപ്പോഴും ഹോളിവുഡാണ്. ഹോളിവുഡ് നമ്മുടെ മുന്നിൽ കുറേ വർഷങ്ങൾക്ക് മുന്നിൽ പോകുന്നതാണ്. പക്ഷെ അതിങ്ങനെ കുറഞ്ഞു വരികയാണ്. ഹോളിവുഡിൽ കഴിഞ്ഞ 3 വർഷത്തിന് മുമ്പ് വലിയൊരു സമരം, അതായത് ഇവിടുത്തെ എഴുത്തുകാരെ പോലെയല്ല. ഇവിടുത്തെ എഴുത്തുകാർ 4 പേരുണ്ടെങ്കിൽ 5 തട്ടി നിൽക്കുന്നവരാണ്. അവിടെ അങ്ങനെയല്ല. റൈറ്റേഴ്സ് ഗിൽഡ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ സംഘടനയാണ്. 3 വർഷത്തിന് മുമ്പ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നിട്ട് എഴുത്തുകാരുടെ 90% വേണ്ട എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് വന്നു. അങ്ങനെ അവർ ശക്തമായ ഒരു സമരത്തിലേക്ക് പോയി. കാര്യം തൊഴിലുറപ്പ് പദ്ധതി പോലെ, അല്ലെങ്കിൽ തൊഴിലിന് വേണ്ടി, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് വേണ്ടി പണ്ട് നമ്മൾ സമരം ചെയ്തതുപോലെ സമരമാണ്. പക്ഷെ അതിന് എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നറിയില്ല. ആ സമരം മൂലം 148 ദിവസം നീണ്ടുന്ന സമരമാണ്. ഹോളിവുഡ് സ്തംഭിപ്പിച്ചവർ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് എഴുത്തുകാർക്ക് മാറ്റി നിർത്തി പ്രവർത്തിക്കാനുള്ള ഒരു ഇടം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് എത്ര കാലം എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇതുപോലെയാണ് കടന്നു വരുന്നത്. ഇപ്പം ഇത് കണ്ടറിഞ്ഞത് കൊണ്ടും മറ്റ് എല്ലാ മേഖലയിലും ഇതിൽ പലർക്കും അതിനെക്കുറിച്ച് ധാരണയുണ്ടാവും. ഇപ്പം അജയ് സാറ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ചടങ്ങ് നടന്ന് കഴിഞ്ഞ വർഷമാണ്. അന്ന് ജെമിനി സോങ്സ് ഇറക്കി തുടങ്ങിയിട്ടില്ല. അപ്പം അന്ന് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് എഴുതിയ കാര്യം ഞാൻ മ്യൂസിക് ഡയറക്ടർക്ക് അയച്ചു കൊടുക്കുന്നു. അദ്ദേഹം അത് മ്യൂസിക് ഇടുന്നു. ഞാൻ 20 മിനിറ്റിൽ അറിയിച്ചു. അപ്പോൾ അത് എമർജൻസിയിൽ നമ്മൾ ചെയ്തതാണ്. ഇന്ന് അത് ചെയ്യാൻ എനിക്ക് 1 മിനിറ്റ് ഉണ്ട്. ഞാനിപ്പം ഇന്ന് രാവിലെ ഞാൻ വരുന്ന വഴിക്ക് ഒരു കവിത എഴുതാനുള്ള കാരണം അന്നന്ന് നമ്മളെ സ്വാധീനിക്കുന്നതാണല്ലോ കവിത. അപ്പോൾ ഇന്നലെ പാറ്റയെക്കുറിച്ച് എഴുതാനുള്ള റീസൺ ഉണ്ടായിരുന്നു. പാറ്റ കവിതയായിരുന്നു. ഇന്ന് രാവിലെ വന്നതെന്ന് വെച്ചാൽ ഞാൻ രാവിലെ എണീറ്റപ്പോൾ എൻ്റെ പേഴ്സണൽ മാനേജർ വന്നിട്ടുണ്ട്. അപ്പം പുള്ളി പറഞ്ഞു, പുള്ളിക്കൊരു വ്യക്തി തിരുവനന്തപുരത്തുള്ള ഏതൊരു പാസ്റ്ററാണ്. അദ്ദേഹം കുറേ കാലത്തായിട്ട് ഇങ്ങനെ ഡെയിലി മെസ്സേജസ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം രാവിലെ എന്നെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു, എനിക്ക് നല്ലത് വരട്ടെ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ അത് എത്രയോ വർഷമായിട്ട് അദ്ദേഹം ഫോളോ ചെയ്യുകയാണ്, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, അപ്പം അദ്ദേഹത്തിന് നല്ലത് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് ഒരു ഓഡിയോ നോട്ട് ഇടുന്നു. അപ്പം എൻ്റെ മാനേജർ വിളിച്ച് എന്താ ഉദ്ദേശം എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞ് അങ്ങനെ ഉദ്ദേശമൊന്നുമില്ല, എനിക്ക് ചെയ്യണം തോന്നി, എനിക്ക് അദ്ദേഹത്തിൻ്റെ നമ്പർ അറിയില്ല, ആകെ അറിയാവുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്ന് താങ്കളുടെ നമ്പർ കിട്ടിയതുകൊണ്ട് ഒന്ന് അറിയിച്ചതേ ഉള്ളൂ. അപ്പം എന്നാലും പറയൂ എന്താ ഉദ്ദേശം. അപ്പം പറഞ്ഞ് അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തെ നേരത്തെ വിളിക്കത്തില്ലെന്ന് ചോദിച്ചു. പക്ഷേ എനിക്കും അറിയില്ല അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണ്, ആത്മാർത്ഥമായിട്ടാണോ അല്ലെന്ന് അറിയില്ല. പക്ഷേ ഇപ്പം നമ്മുടെ മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്, അദ്ദേഹം ആത്മാർത്ഥമായിട്ടാണോ ഇത് ചെയ്യുന്നത് അതോ ഒരു ദുരുദ്ദേശത്തോടു കൂടിയാണോ ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കിലാണിത് അവിടെ പോയി നിൽക്കുന്നത്. അപ്പം ഞാനിത് 4 വരി അതിനെക്കുറിച്ച് എഴുതി കഴിഞ്ഞപ്പം അജയ് സാർ ഇത് പറയുന്നത് 20 മിനിറ്റ് എടുക്കുന്നു. അപ്പോഴേ ഞാൻ ചോദിക്കുന്നത് ടെക്നോളജി സോ അഡ്വാൻസ്ഡ്, ഇന്ന് എനിക്കതിന് മ്യൂസിക് ഇടാൻ 20 മിനിറ്റ് വേണ്ട. നിങ്ങൾക്കറിയാം, ഇന്നിപ്പോൾ നിങ്ങളൊരു 4 വരി കൊടുത്തു കഴിഞ്ഞാൽ 30 സെക്കൻഡിൽ അതിൻ്റെ കവിത റെഡിയായി. ഞാനത് അവിടെ ഇരിക്കുമ്പം ഞാൻ അത് ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ അതിനകത്ത് കൊടുത്ത് ഞാൻ പോലും കേട്ടിട്ടില്ല. നമുക്ക് വേണേൽ ഒരുമിച്ചൊന്ന് കേട്ടു നോക്കാം. അതെ, ഇത്രയേ ഉള്ളൂ. ഇത് മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ ആവശ്യം ഇനിയില്ല, ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കേണ്ടവരുടെ ആരുടെയും ആവശ്യമില്ല. മനസ്സിലായില്ല? അപ്പം ടെക്നോളജി സോ അഡ്വാൻസ്. അപ്പം നമ്മൾ യാഥാർത്ഥ്യത്തിന് നേരെ മുഖം തിരിച്ചിട്ട് കാര്യമില്ല. ഇത് നമ്മുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. എനിക്കിന്ന് ലീലാഷ സാറിനെ പോലെ എഴുതണമെങ്കിൽ ഞാൻ വല്ലതും എൻ്റെ എഴുതിത്ത് തന്നെ എഴുതിയിട്ട് എടുത്ത് പറഞ്ഞാൽ മതി, ലീലാഷ സാറിൻ്റെ സ്റ്റൈലൊന്ന് മാറ്റിത്തരാൻ പറഞ്ഞാൽ തമാശയല്ല, സാറ് പോലും ഞെട്ടിപ്പോവും. ഇത് ഞാൻ എഴുതിയതാണെന്ന് നോക്കാം. അദ്ദേഹത്തിന് അതേ സ്റ്റൈലിലേക്ക് മാറ്റും. കാര്യം അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിന് എഐക്ക് പിടിച്ചെടുക്കാനായിട്ട് സെക്കൻഡ്സ് മതി. അത് ഇപ്പോഴത്തെ ടെക്നോളജി. ഈ ടെക്നോളജി മാറി മാറി വരികയാണ്. ഞാനിതിൽ ഗവേഷണം നടത്തിയതുകൊണ്ടാണ് പറയുന്നത്. ഇത്തവണ ഗോവ ഫിലിം ഫെസ്റ്റിവലിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ടൊരു AI ഫിലിം കോമ്പറ്റീഷൻ നടക്കുന്നത്. ഞങ്ങളുടെ ടീമിനെ വിളിച്ചു, AI സാധനം ചെയ്തിട്ട് അയച്ചു, ഞങ്ങൾ വിൻ ചെയ്തു.
അതിനകത്തെ കഥാപാത്രങ്ങളെ മൊത്തം ഞങ്ങൾ എയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, മ്യൂസിക് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, സ്ക്രിപ്റ്റ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. എവറിത്തിങ് ഈസ് എ ഐ. അതിനകത്ത് ഒരു ദിവസത്തെ ഷൂട്ട് പോലും നടന്നിട്ടില്ല. കഴിഞ്ഞ മാസം ഞങ്ങൾ തിരുവനന്തപുരത്ത് എ ഐ ഫിലിം ഫെസ്റ്റിവൽ നടത്തി. 500 സിനിമകൾ 50 രാജ്യങ്ങളിൽ നിന്ന് വന്നു. ജൂറിയായി വന്ന ഒരാൾക്ക് പോലും ഇത് എ ഐയിലാണോ സാധാരണ നിലയിലാണോ ചെയ്തെന്നറിയില്ല. സിനിമയുടെ അവസ്ഥയാണ്. സിനിമ എന്ന് പറഞ്ഞാൽ സാഹിത്യത്തിൻ്റെയും സംഗീതത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും എല്ലാം കൂടെയുള്ള ഒരു സംഗമസ്ഥാനമാണ്. അവിടെ ഇന്ന് നടക്കുന്ന കാര്യമാണ് പറയുന്നത്. ഇന്നത്തെ പല മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അവസ്ഥ ഭയങ്കര ഭീകരമാണ്. കാര്യം എ ഐയുടെ പുറകെ പോയതോടുകൂടി കോസ്റ്റ് കുറയുന്നു, എല്ലാം കുറയുന്നു, ഇവരുടെ അവസ്ഥകൾ മാറുന്നു. സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ ഇത് സാഹിത്യ മേഖലയിലേക്കും വരുമ്പോൾ ഇന്ന് ന്യൂ ജനറേഷൻ്റെ വായനാ രീതി പറഞ്ഞു തരാം. ഞാൻ കൊടുക്കുന്ന പുസ്തകത്തിനെ ന്യൂ ജനറേഷൻ വായിക്കുന്നത് പറഞ്ഞുതരാം. ഇത് ഒരൊറ്റ ക്ലിക്കിൽ അതിൻ്റെ എ ഐ ടൂളുണ്ട്. അതിനെ സമ്മറൈസ് ചെയ്തിട്ട് വെറും 5 മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ ഓഡിയോ ഫോർമാറ്റിലാക്കിയിട്ട് ഞാൻ എഴുതിയ ഒരു മാസങ്ങളെടുത്ത് എഴുതിയ കാര്യങ്ങളെല്ലാം 5 മിനിറ്റ് കൊണ്ട് കേട്ടിട്ട് ആ കഥ മുഴുവൻ എൻ്റെ അടുത്ത് നമ്മളിത് പറയും. അത് വായിച്ച വ്യക്തിയെക്കാളും ഒരുപക്ഷെ നല്ല മനസ്സിലാക്കിക്കൊണ്ട്, കാര്യം ഇതിനകത്ത് സത്താണ് എ ഐ എടുക്കുന്നത്. അപ്പം ഈ എ ഐ ഉപയോഗിച്ചിട്ട് നമുക്കിത് വലുതാക്കാനും ചെറുതാക്കാനും ഇതിൻ്റെ അപാര സാധ്യതകളാണ്. ഇപ്പം ഞങ്ങളുടെയൊക്കെ ഓഫീസിലെ എഫിഷ്യൻസി എത്ര മടങ്ങ് എ ഐ ഉപയോഗിച്ചിട്ട് കിട്ടിയെന്നറിയില്ല. അപ്പോൾ നമ്മളും ശ്രദ്ധിക്കേണ്ടത്, വായനക്കാരനായിക്കോട്ടെ എഴുത്തുകാരനായിക്കോട്ടെ, എ ഐയെ ഭ്രഷ്ട് കൽപ്പിച്ച് അകറ്റി നിർത്തുകയല്ല വേണ്ടേ. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഏറ്റവും വലിയ സമ്പത്ത് സമയമാണ്. ആ സമയത്തിനെ ലാഭിച്ചുകൊണ്ട് ഞാൻ 10 പുസ്തകം വായിക്കുന്നിടത്ത് എനിക്ക് 100 പുസ്തകം വായിക്കാനുള്ള അവസരങ്ങൾ കിട്ടണം. കാര്യം നമുക്ക് ലോകത്തിലുള്ള എല്ലാ എഴുതപ്പെട്ട പുസ്തകങ്ങളും വായിക്കാൻ പറ്റില്ല. ഏത് നല്ല പുസ്തകം ഏത് പുസ്തകം നമുക്കറിയില്ല. പക്ഷേ ഇന്ന് എ ഐക്ക് എൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള, ഞാൻ പറയുകയാണ്, എൻ്റെ സമയത്തിനെ ഞാൻ പലതായി തിരിച്ചപ്പോൾ വായനയ്ക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത് 1000 മണിക്കൂറെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഈ 1000 മണിക്കൂർ കൊണ്ട് എനിക്ക് 100 പുസ്തകങ്ങൾ വായിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എ ഐ എന്നെ കൃത്യമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഏതൊക്കെ പുസ്തകങ്ങൾ ഞാൻ വായിക്കണം അതിനെ സംഗ്രഹ ഫോമിൽ ചിലപ്പോൾ ആദ്യം തരും. അതിനകത്തുനിന്ന് എനിക്ക് വേണമെങ്കിൽ ഫർദർ പോയാൽ മതി, ഡീറ്റെയിൽഡായിട്ട് പോകണമെങ്കിൽ. അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. ഒരു പുസ്തകത്തിനെ നമുക്ക് 1 മണിക്കൂർ കൊണ്ടും വായിച്ചു തീർക്കാം, 10 മണിക്കൂർ കൊണ്ടും വായിച്ചു തീർക്കാം. അതിൻ്റെ ഉള്ളടക്കം പോലെ ഇരിക്കും. പക്ഷേ എന്ത് വായിച്ചു കഴിഞ്ഞാലും അവസാനം വേണ്ടത് ആ പുസ്തകത്തിൽ നിന്ന് നമ്മൾ എന്ത് ഉൾക്കൊണ്ട്, എന്ത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. ഇല്ല എങ്കിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കും, എന്നിട്ട് ഒരു പണിയും ചെയ്യാതിരിക്കുന്ന പോലെയാണ്. വായിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നുണ്ട്, സംതൃപ്തി കിട്ടുന്നുണ്ട് ആ വായനയിൽ നിന്ന്. പക്ഷേ സമൂഹത്തിന് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. സമൂഹത്തിന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ നിങ്ങൾ വായിച്ചതിൽ നിന്നും നിങ്ങൾ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണം. അത് നിങ്ങൾ എഴുത്തുകാരനാണെങ്കിൽ അത് എഴുതിക്കൊണ്ട് നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് കൊടുക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും പ്രവൃത്തിയിലൂടെ കൊടുക്കാം. ഇത് ഇത്തരം ഒരു ഈ രീതിയിൽ നമ്മളെ വായിക്കാൻ പഠിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം നമ്മുടെ അക്കാഡമീസിലുണ്ടോ? അത് ആദ്യം നമ്മൾ തിരിച്ചറിയണം. ഇവിടെ അധ്യാപകർ പലരും വന്നിരിപ്പുണ്ട്, വേദിയിലിരിപ്പുണ്ട്. ഞാനൊരു അധ്യാപക കുടുംബത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ട് പറയുന്നത്. എൻ്റെ അച്ഛനും അമ്മയും സഹോദരനും സഹോദരിയൊക്കെ അധ്യാപകരാണ്, കുടുംബത്തിൽ മൊത്തം അധ്യാപകരാണ്. പക്ഷേ എത്ര അധ്യാപകർ ശരിയായ ദിശയിൽ കുട്ടികളെ വളർത്തിയെടുക്കുന്നു, നയിക്കുന്നു? സ്കൂളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് സൈൻ തീറ്റയും കോസ് തീറ്റയും A+B² ഒന്നും അല്ല. ആദ്യം നമ്മൾ പഠിപ്പിക്കേണ്ടത്, ഫസ്റ്റ് ലെസൺ പഠിപ്പിക്കേണ്ടത് കുട്ടിയെ വായിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ അമ്മയോട് കടപ്പെട്ടിരിക്കുന്നതും ഈ പുസ്തകം ഇറക്കിയിരിക്കുന്നതിൻ്റെയൊക്കെ ആദ്യ കാരണം എൻ്റെ സ്കൂളിലെ ടീച്ചറല്ലായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടീച്ചറായിരുന്നു എൻ്റെ അമ്മ. എന്നെ ആദ്യം അമ്മ പഠിപ്പിച്ചത് വായിക്കാനാണ് പഠിപ്പിച്ചത്. ഞങ്ങളുടെ നാട്ടിൽ ഇത്രയും ഇതുപോലെ അല്ലെങ്കിൽ ഇതുമായി കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന ഞങ്ങളുടെ ലൈബ്രറി ചെറിയ ഫോമിലുണ്ട്. എൻ്റെ പിതാവൊക്കെ കൂടി തുടങ്ങിയ ഒരു ലൈബ്രറിയാണ്. എന്നെ LPSൽ ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ ആ ലൈബ്രറിയിൽ കൊണ്ടുപോയിട്ട് മെമ്പർഷിപ്പ് എടുപ്പിച്ചു. അവിടുത്തെ ബാലസാഹിത്യത്തിൽ നിന്ന് വായിച്ചു തുടങ്ങിയതാണ്. ആ വായന നമ്മുടെ ഉള്ളിലേക്ക് കടന്ന് ഒരു ലഹരിയായി പടർന്നു കയറിയപ്പോൾ ക്ലാസ്സിൽ സിലബസിൽ പഠിക്കാനായിട്ട് 5-10 പുസ്തകങ്ങൾ വരെ ആണ് നമുക്ക് സ്കൂൾ ലെവലിൽ കിട്ടുന്നത്. അവിടെ അതിൻ്റെ 10 ഇരട്ടി പുസ്തകങ്ങൾ ആ ലൈബ്രറിയിൽ നിന്ന് നമ്മൾ എടുത്ത് നമുക്ക് ഇഷ്ടമുള്ളത് എടുത്ത് വായിച്ച്
ആ വായനയിലൂടെ നേടിയ അറിവ് കൊണ്ടാണ് ഇന്ന് എവിടെ പോയി കഴിഞ്ഞാലും ഈ സൂര്യൻ്റെ കീഴിലുള്ള ഏത് സംസാരം നടക്കുന്നെങ്കിലും എനിക്ക് ധൈര്യമായിട്ട് അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ അഭിപ്രായം പറയാനുള്ള ആത്മവിശ്വാസം കിട്ടിയത് ആരുടെ മുന്നിലും താഴ്ന്നു കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം നമ്മുടെ ആത്മവിശ്വാസമാണ്. ഈ ആത്മവിശ്വാസം അറിവിലൂടെ നേടുന്ന ആത്മവിശ്വാസമായിരിക്കണം. അല്ലാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര പണം കിട്ടുമെന്ന് കരുതി നിങ്ങൾക്ക് ആത്മവിശ്വാസം കിട്ടില്ല. ഞാൻ വ്യവസായി ആവുന്നതിന് മുമ്പേ തുടങ്ങിയ പണിയാണ് എഴുത്ത്. അല്ലാതെ ഞാൻ വ്യവസായി ആയതിനു ശേഷം നേടിയെടുത്തതല്ല ഒരു എഴുത്തുകാരൻ്റെ ലേബൽ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പലപ്പോഴും ജനം വിചാരിക്കുന്നത് എന്നെ പലയിടത്തും പറയുമ്പം വ്യവസായി. പക്ഷേ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഞാൻ ഇന്നലത്തെ ചടങ്ങിലും പറഞ്ഞതാണ്, എനിക്ക് ആദ്യമായി കിട്ടിയ ഒരു വേദിയാണ് ചീഫ് ഗസ്റ്റായിട്ട് ഒരു സാഹിത്യ മേഖലയിൽ. പക്ഷെ എനിക്ക് ആത്മവിശ്വാസമുണ്ട്, എനിക്കത് കിട്ടിയില്ലെങ്കിലും എവിടെ വേണമെങ്കിലും പോയി 3 മഹാകാവ്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ 8 പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓസ്കാർ ലൈബ്രറിയിൽ ഗവേഷണത്തിന് ഇന്ത്യയിൽ നിന്ന് ആദ്യമായി തിരഞ്ഞെടുത്ത സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരു ദിവസം മുടങ്ങാതെ കവിത എഴുതാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആത്മവിശ്വാസമുണ്ട്. എനിക്ക് എവിടെ പോയി ഏത് സാഹിത്യ സദസ്സിലിരുന്നാലും എനിക്ക് എന്തിനെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കാൻ അറിയുന്നു. കാര്യം എനിക്ക് തന്ന ആത്മവിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. ഇന്ന് മലയാള ഭാഷയിൽ 3000-ലേറെ പുതിയ പദങ്ങൾ ഞാൻ എൻ്റെ അണുകവിതയിലൂടെ കൊടുത്തിട്ടുണ്ട്. ഈ 3000 പദങ്ങൾ കൊടുക്കാൻ പഠിപ്പിച്ചത് അമ്മയാണ്. എങ്ങനെ മലയാളത്തിലൊരു പുതിയ പദം ഉണ്ടാക്കണം എന്ന് പഠിപ്പിച്ചു തന്ന അമ്മയാണ്. എങ്ങനെ പ്രാസം ഒപ്പിച്ച് കവിത എഴുതണമെന്ന് പറഞ്ഞ അമ്മയാണ്. എങ്ങനെ പുതിയതായി വൃത്തങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ അമ്മയാണ്. ഇവിടുത്തെ എത്ര അധ്യാപകർ ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കഥ എഴുതാൻ, കവിത എഴുതാൻ, വായിക്കുവാൻ ഉള്ള കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്ന എത്ര അധ്യാപകരുണ്ട്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അധ്യാപകനും ഒരു മെൻറ്ററും തമ്മിലുള്ള വ്യത്യാസം. 2 മാസം ശമ്പളം മുടങ്ങിയാൽ അടയ്ക്കപ്പെടുന്ന വിദ്യാലയങ്ങളാണ് നമ്മളുടെ ഇവിടെയുള്ളത്. അതേ സ്ഥലത്താണ് എത്രയോ വർഷങ്ങളായിട്ട് ഇന്ന് വരെ ഞാൻ ഒരു രചന നടത്തിയിട്ട് 1 രൂപ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ആരെയെങ്കിലും പഠിപ്പിച്ചിട്ട് ഞാൻ 1 രൂപ ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ എല്ലാ മാസവും എത്രയോ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നു, കുട്ടികളെ അഡ്രസ്സ് ചെയ്യുന്നു. ഞങ്ങളുടെ സ്ഥാപനത്തിലെ എല്ലാ എംപ്ലോയീസിൻ്റെ കുട്ടികളെയും എല്ലാ മാസവും മുടക്കം കൂടാതെ അവരെ അഡ്രസ്സ് ചെയ്ത് അവരുടെ മെൻറ്ററായിട്ടുണ്ട്, അവരുടെ വഴികാട്ടിയാവുന്നുണ്ട്. ദാറ്റ് ഈസ് മെൻറ്റർ. അവിടെയാണ് ഞാൻ എൻ്റെ അമ്മയെ തിരിച്ചറിയുന്നത്. അമ്മ വെറും ഒരു അധ്യാപിക മാത്രമല്ലായിരുന്നു, അമ്മ ഒരു ഏറ്റവും നല്ലൊരു മെൻറ്ററായിരുന്നു. എനിക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക്. അമ്മ റിട്ടയർ ചെയ്തതിനു ശേഷവും ഒരു ദിവസം വെറുതെ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ പുറകെ അവസാനം യാത്ര ചെയ്യാൻ പറ്റുന്ന അവസാന ദിവസം വരെയും അമ്മ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിനുമായി പ്രവർത്തിക്കുമായിരുന്നു. എൻ്റെ അമ്മയെ ഞാൻ ഉറങ്ങി കണ്ടിട്ടില്ല. കാര്യം ഞാൻ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് ഉണർത്തുമായിരുന്നു ഞങ്ങളെ. ഒരു കട്ടൻ കാപ്പിയുമായി വരുന്ന അമ്മയാണ് ഞാൻ എല്ലാ ദിവസവും കണ്ടിട്ടുള്ളത്. ആ അമ്മ കട്ടൻ കാപ്പി ഇടണമെങ്കിൽ അമ്മ അതിനു മുമ്പേ ഉണരണം. ഞാൻ കണ്ടിട്ടില്ല അമ്മ എപ്പോഴാണ് ഉണരുന്നത്. ഇതുപോലെ തന്നെ ഞാൻ ഉറങ്ങിയതിന് ശേഷം ഉറങ്ങുന്ന അമ്മയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പകൽ അമ്മ ഉറങ്ങി ഞാൻ കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു അവധി ദിവസം അമ്മ കിടന്നുറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. അമ്മ ഉറങ്ങുന്നത് കാണാത്ത ഒരു മകനാണ്. പക്ഷേ അമ്മയോടൊപ്പം അമ്മ കൊണ്ടുപോകാത്ത വഴികളില്ല, പറഞ്ഞു തരാത്ത മാർഗങ്ങളില്ല. ഞാൻ ജനിച്ചു വീഴുമ്പം ഇന്നുമുണ്ട് എനിക്കൊരു ചെറിയ ശാരീരിക വൈകല്യമുണ്ട്. എൻ്റെ നാക്കിൽ കെട്ടുണ്ട്. ഇവിടെ ചിലർക്കും പലർക്കും ഉണ്ടാവും. ഈ നാക്കിൽ കൊട്ടുള്ളവർക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, ഒരു ലേറ്റായിട്ട് സംസാരിച്ചു തുടങ്ങുന്നതാണ്. എന്നെക്കൊണ്ട് ഇന്നത്തെ മലയാളം കേട്ടിട്ട് വലിയ പ്രശ്നമില്ലാന്ന് തോന്നുന്നല്ലേ. ഭൂമിക്ക് ഭയങ്കര ഭാരം എന്ന് പറയുന്ന ഒരു ദേശത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങളുടെ നാട്ടിലെങ്ങനെയാണ്, ഭൂമിക്ക് ഭയങ്കര ഭാരം. അവിടെ അമ്മ ഞങ്ങളെല്ലാം ഈ മാറ്റിയിട്ട് ആക്കുന്നത് ഈ ചുണ്ടിൽ അടിച്ചിട്ടാണ്. ഓരോ വാക്കും എങ്ങനെയാണ് ഖരം, അധികരം, മൃദുഘോഷമൊക്കെ ഓരോന്ന് എങ്ങനെ ചൊല്ലണം, നാക്കെവിടെ വളയ്ക്കണം, എവിടെ തുടങ്ങണമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മാത്രമല്ല ക്ലാസ്സിലുള്ള ഓരോ കുട്ടികളെയും പഠിപ്പിക്കുന്നത് ഭാഷ എങ്ങനെ ഉപയോഗിക്കണമെന്ന്. അപ്പം ഇതുപോലെയുള്ള അധ്യാപകരെ നമുക്ക് സൃഷ്ടിച്ചെടുക്കണം. പക്ഷേ ആദ്യം മനസ്സിലാക്കുക, ഇനി മുതൽ അധ്യാപകർ ഇതുപോലെ മാറിയില്ലെങ്കിൽ AI ക്യാൻ ക്രിയേറ്റ് ദ വേൾഡിലെ ഏറ്റവും മികച്ച അധ്യാപകരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. AI മോഡൽസിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. AI റോബോട്ട്സ് ഈസ് ഗോയിങ് ടു കം. ചൈനയിൽ ഓൾറെഡി AI റോബോട്ട്സ് ടീച്ചേഴ്സ് ആർ ഓൾറെഡി ക്രിയേറ്റഡ്. ആദ്യം തിരിച്ചറിയൂ. കുട്ടികളെ ഏറ്റവും ചാമിങ്ങോടുകൂടി അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള നമ്മളുടെ അതേ ലുക്കുള്ള
നമ്മളെക്കാളും നന്നായി പ്രസൻറ്റ് ചെയ്യുന്ന AI മോഡൽസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അവർ വന്ന് ഏറ്റവും ഒരു ഭാഷയായിക്കോട്ടെ ശാസ്ത്രമായിക്കോട്ടെ ഏറ്റവും മനോഹരമായ രീതിയിൽ അതിൻ്റെ ആപ്ലിക്കേഷനോടുകൂടി, ഞാൻ A+B² പഠിക്കുന്നെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ അറിഞ്ഞിരിക്കണം. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാണ്, സമയം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഞാൻ 1 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്താൽ അതിനെനിക്ക് റിട്ടേൺ ഉണ്ടാവണം. ഞാൻ സമയം ചിലവഴിക്കാനല്ല സ്കൂളിൽ പോകുന്നത്. ഞാൻ പഠിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ വിലയേറിയ സമയം, എല്ലാവർക്കും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള 24 മണിക്കൂർ മാത്രം ഒരു ദിവസമുള്ള എല്ലാവർക്കും അതിലെ ഓരോ മണിക്കൂറും അളന്ന് കുറിച്ച് ചിലവഴിച്ചില്ലെങ്കിൽ അത് വെറും നഷ്ടമായി പോകും. നമ്മുടെ ചോരുന്ന ഒരു ഭണ്ഡാരത്തിലിടുന്ന പണം പോലെ മാത്രമാകും സമയം, അതൊന്നും തിരിച്ചു കിട്ടില്ല. അതേസമയം പഠിക്കുന്ന ഓരോന്നിനും ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് നാളെ അതിൻ്റെ 10 മടങ്ങായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. അത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ വായിക്കേണ്ട കാര്യങ്ങൾ വായിക്കണം. അല്ലെങ്കിൽ ദുർമേധസ് ബാധിച്ച ഭക്ഷണപ്രിയനെ പോലെ കുറേ വായിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട്, വായന വായിച്ച് ഒരു രക്ഷയില്ല. ഈ ആർക്കെങ്കിലും ഗുണമുണ്ടോ? സ്വഭാവം പോലും മാറുന്നില്ല. അപ്പം എങ്ങനെ സ്വഭാവ രൂപീകരണം നടത്തണം, എങ്ങനെ ഒരു ഉത്തമ പൗരനായി മാറ്റണം, ഇതിനൊക്കെ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ വേണം. കുടുംബത്താണ് ഏറ്റവും നല്ല അധ്യാപികയുള്ളത്. അത് നമ്മളുടെ മാതാപിതാക്കളാണ്. തിരിച്ചറിയണം. കാര്യം ഞാനിത് പറയുന്നത് കഴിഞ്ഞ 2 വർഷത്തിൽ ഞങ്ങൾ ചില സ്കൂളുകളിലും ഞങ്ങളുടെ എംപ്ലോയീസിൻ്റെ കുട്ടികളിലും ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം പറയുന്നൊരു കാര്യമാണ്. അവർക്ക് ഞാൻ മാസം ഒരു ദിവസം ക്ലാസ് എടുക്കുമ്പോൾ ഇവർക്ക് അസൈൻമെൻറ്റ്സ് കൊടുക്കും 20 മണിക്കൂറിനുള്ള. ആ 20 മണിക്കൂറിലുള്ള അസൈൻമെൻറ്റ്സിൽ പലതും അച്ഛനും അമ്മയും പഠിപ്പിക്കേണ്ടതാണ്. അതിൽ ഏറ്റവും വലിയ പാഠം ഞങ്ങൾ കൊടുത്ത് ഏറ്റവും വിജയകരമായി മാറിയ ഒരു പാഠമായിരുന്നു, എല്ലാ കുട്ടികളും 25 ഡിഷസ് അമ്മയുണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ അമ്മയിൽ നിന്ന് പഠിക്കണം. അത് വേറെ എങ്ങും പോയി പഠിക്കാൻ പറ്റത്തില്ല. ഒരു ഫുഡ് ടെക്നോളജി കോളേജിലും പോയി പഠിക്കാൻ പറ്റില്ല. അമ്മയുടെ മുലപ്പാൽ കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ഫുഡ് അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡാണ്. അങ്ങനെ നമ്മുടെ ജീൻ അതിനനുസരിച്ചിട്ട് മോഡിഫൈഡ് ആയി കഴിഞ്ഞു. അത് അമ്മയിൽ നിന്ന് പഠിക്കണമെങ്കിൽ അമ്മ പഠിപ്പിക്കണം. അത് അടുക്കളയിൽ നിന്ന് പഠിക്കണം. അത് പഠിപ്പിക്കേണ്ട അമ്മ ഇതുവരെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല പലരെയും. അത് ഞങ്ങൾ അസൈൻമെൻറ്റ് കൊടുത്തു. യു വോണ്ട് ബിലീവ്, കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തീർക്കേണ്ടതാണ് 25 ഡിഷ്. ഒരു വിദ്യാർത്ഥി പോലും ഇല്ലാതെ എല്ലാവരും 25 ഡിഷ് ഉണ്ടാക്കി, അതിൻ്റെ വീഡിയോ ഉണ്ടാക്കി. സംശയം ഉണ്ടെങ്കിൽ എൻ്റെ മൊബൈലെല്ലാം ഉണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ അവർ പോസ്റ്റ് ചെയ്ത് അത് സബ്മിറ്റ് ചെയ്യും. ഇത് നിങ്ങൾക്ക് ചെയ്തുകൂടെ? എന്തുകൊണ്ട് ചെയ്തില്ല? നിങ്ങളുടെ ഉത്തരവാദിത്വം ഈ കുട്ടികളെ നേരെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുകയാണ്. നോ, നിങ്ങൾ പഠിപ്പിക്കുന്ന നിങ്ങൾക്കറിയാവുന്ന പല കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിൽ ഞങ്ങളിതിൻ്റെ അക്കാഡമി ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏരീസ് ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വിദ്യാഭ്യാസ രീതി ഒന്നുമല്ല, ലോകത്തിലെ നമ്പർ 1 ക്ലാസ് റൂം. അധ്യാപകരല്ല, എല്ലാം സിനിമയിലൂടെയാണ് നമ്മൾ അവരെ പഠിപ്പിക്കുന്നത്. മാസം 10 ക്ലാസ്സേ ഉള്ളൂ. ഈ 10 ക്ലാസ്സിൽ അവരിയ്ക്കുന്ന തിയേറ്റർ ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു തിയേറ്ററിൻ്റെ ആംബിയൻസിലാണ് ഇവർ വന്നിരിക്കുന്നത്. കുട്ടികൾക്ക് ക്ലാസ്സിൽ പോകാതെ സിനിമയ്ക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ സിനിമാ തിയേറ്ററിലൂടെ ക്ലാസ്സുകൾ കൊടുക്കണം. അതാണ് അവിടുത്തെ പ്രിൻസിപ്പിൾ. ഞങ്ങൾക്ക് അവിടെ 1 മണിക്കൂർ ഒരു കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഉള്ളിലേക്ക് 60 പേജിൻ്റെ ഇൻഫർമേഷനാണ് ഞങ്ങൾ കൊടുക്കുന്നത്. സിനിമ എപ്പോഴും 1 പേജ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റാണ്. ഞങ്ങൾക്കൊരു കുട്ടിയെ 60 മിനിറ്റ് കിട്ടിയാൽ 60 പേജിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കും. ഇത് സ്കൂളിൽ 60 പേജിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കണമെങ്കിൽ മാസങ്ങളെടുക്കും. സ്കൂളിലെ 1 വർഷത്തെ സിലബസ് മുഴുവൻ ഞങ്ങൾക്ക് എംബൈ എന്ന് പറഞ്ഞ സിസ്റ്റത്തിൽ ഇവർക്ക് കൊടുക്കാൻ ആഴ്ചകൾ പോലും വേണ്ട. അതേപോലെ ടെക്നോളജി മാറിയിരിക്കുകയാണ്. അവിടെ ഞങ്ങൾ ഓരോ കുട്ടിയെയും ഓരോ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് ഇവരുടെ മുന്നിൽ ഓരോ മൂവിയിൽ ഇപ്പം ഗ്രാവിറ്റി മൂവി കാണിച്ചു കഴിഞ്ഞാൽ അത് സ്പേസ് ഇൻഡസ്ട്രിയുടെയാണ്. ഈ മൂവീസ് ഇങ്ങനെ ഓരോന്ന് കാണിച്ച് ഒരു 50 മൂവി ഈ 1 വർഷം കാണിച്ച് 2 വർഷം കൊണ്ട് 100 മൂവി കണ്ടു കഴിയുമ്പോൾ ഇതിൽ ഏതോ ഒരു ഇൻഡസ്ട്രിയിൽ ഈ കുട്ടി ചെന്ന് വിടും. ഈ കുട്ടിയുടെ ടാലൻറ്റും പാഷനും കണ്ടിട്ട് വേണം ആ വഴിക്ക് കൊണ്ടുപോകാൻ. ആ സ്കൂളിൽ എന്ന് വരെ നിങ്ങൾ കൃത്യമായിട്ട് 1 മിനിറ്റ് ലേറ്റായാവാതെ വരുന്നോ അന്ന് വരെ ഫീസില്ല. എന്ന് നിങ്ങൾ ക്ലാസ് മുടക്കുന്നുണ്ടോ, എന്ന് നിങ്ങൾ ലേറ്റായി വരുന്നുണ്ടോ അന്ന് മുതൽ 2 ബാച്ചാണ്. പണം കൊടുത്ത് ചെറിയ ഫീസ്, അവിടുത്തെ എയർ കണ്ടീഷനിനുള്ള ഫീസ് കൊടുക്കണം. പക്ഷേ കൃത്യനിഷ്ഠയായിട്ട് വരുന്ന ഒരു കുട്ടിക്ക് അവിടെ കാര്യം ഇൻഡസ്ട്രിക്ക് വേണ്ടത് കൃത്യനിഷ്ഠതയാണ്. അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. സമയത്തിൻ്റെ വാല്യൂ അറിയണം. ഇത് തന്നെയാണ് വായനക്കാരനും വേണ്ടത്. സമയത്തിൻ്റെ വാല്യൂ അറിയണം. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന വായന അത് ലൈഫിൽ അപ്ലൈ ചെയ്യാനില്ലെങ്കിൽ നിങ്ങൾ വായിച്ചത് വെറും നമ്മളെ വെറുതെ ഇരുന്ന് അതായത് പണിയെടുക്കാതെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അവസ്ഥയായിരിക്കും ഈ വായന എന്ന് പറയുന്നത്. നമുക്ക് കുറേ അറിവുണ്ടായിട്ട് കാര്യമില്ല. നമ്മളെക്കൊണ്ട് സമൂഹത്തിനും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ തൊഴിൽശാലയ്ക്കും മികവുണ്ടാവണമെങ്കിൽ അതിന്
നമ്മളെ വെളിച്ചം കാണിക്കുന്ന രീതിയിൽ, നമ്മളെ വഴികാട്ടുന്ന രീതിയിൽ നമുക്ക് മെൻറ്റേഴ്സ് വേണം, അതിന് അധ്യാപകർ വേണം. എൻ്റെ അമ്മ ഒരു അധ്യാപികയായിരുന്നു. ആ അമ്മയുടെ പേരിൽ ഈ ഒരു പുസ്തകം എഴുതാൻ സാധിച്ചതിൽ, അമ്മയുടെ ഡയറി കുറിപ്പുകൾ ഞാനല്ലത് എഴുതിയിരിക്കുന്നത്, ഇതിലെ 90% അമ്മയുടെ ഡയറി കുറിപ്പുകളാണ്. അതിനെ കോർത്തിണക്കിക്കൊണ്ടൊരു പുസ്തകമാക്കുക എന്നുള്ള ഒരു കടമ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതും യാദൃശ്ചികമായിട്ട് മറ്റൊരു പുസ്തക ചടങ്ങിൽ ചെന്നപ്പോൾ മക്കൾ തൻ്റെ മാതാവിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്തപ്പോൾ എനിക്ക് തോന്നിയതാണ്, ഞാനും ഇത് ചെയ്യണമല്ലോ എന്ന് തോന്നി. അടുത്ത വർഷത്തെ പുസ്തക പ്രകാശനം ചടങ്ങിൽ ഞാനും ഇത് ചെയ്യുമെന്ന് അനൗൺസ് ചെയ്തതിൻ്റെ പേരിലാണ് ഇത് പുറത്തു വരുന്നത്. പക്ഷേ ഞാൻ അവിടെ കൊണ്ടല്ല നിർത്തുന്നത്, അതിൽ നിന്നുണ്ടായ തിരിച്ചറിവാണ്. ഇന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്, ഞങ്ങളുടെ അക്കാഡമിയിലെ എല്ലാ കുട്ടികളെ കൊണ്ടും അവരുടെ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ അവരുടെ ഗ്രാൻഡ് പേരൻസിൻ്റെയോ, ആ കുടുംബത്തിലെ ഏറ്റവും പ്രായമായ വ്യക്തി ആരാണോ, കാര്യം ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. എൻ്റെ അമ്മയുടെ ഡയറി കുറിപ്പുകളിൽ നിന്നാണ് ഞാൻ അറിയുന്നത് കഴിഞ്ഞ 4 തലമുറയിൽ കേരളത്തിൽ നടന്ന, അതായത് കഴിഞ്ഞ ഒരു 100 വർഷത്തിൽ എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, ഞാൻ വായിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് കിട്ടിയത് ആ പുസ്തകത്തിൽ നിന്നാണ്. അതുപോലെ ഓരോ വ്യക്തിക്കും പറയുവാനുണ്ടാവും, ഓരോ വ്യക്തിയുടെ ഉള്ളിലും കുറേ കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങളെ അവരുടെ മക്കളുടെ ഉത്തരവാദിത്വമാണ് പുസ്തകമായി മാറ്റേണ്ടത്. പക്ഷേ ഈ മാതാപിതാക്കൾക്ക് എഴുതുവാനുള്ള കഴിവുണ്ടാവില്ല, കുട്ടികൾക്കും എഴുതാനുണ്ടാവുള്ള കഴിവില്ല. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ എയുടെ ഇൻവോൾവ്മെൻറ്റ്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ എത്രയോ പേര് ഇതിനകം, ഞങ്ങൾ ആ ടെക്നോളജി, ഞങ്ങൾക്കിത് പഠിപ്പിക്കാൻ 2 ദിവസം മതി. 2 ദിവസം കൊണ്ട് എങ്ങനെ AI ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ബയോഗ്രഫി എഴുതാമെന്ന് ഞങ്ങൾ പഠിപ്പിച്ചു തരും. ഈ ടെക്നോളജി ഉണ്ടെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ പുസ്തകമുണ്ടാക്കാൻ, 200 പേജിൻ്റെ പുസ്തകം ഉണ്ടാക്കാൻ AIക്ക് 5 മണിക്കൂർ മതി. 400 പേജിൻ്റെ 10 മണിക്കൂർ മതി. ഇത് ഞങ്ങൾ ചെയ്തു 100 കണക്കിന് പുസ്തകങ്ങൾ ചെയ്തു കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതേപോലെയുള്ള അറിവാണ്, ഇതാണ് നമ്മൾ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കേണ്ടത്. അല്ലാതെ സർക്കാർ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു സിലബസ് അനുസരിച്ച് മാത്രം പഠിപ്പിച്ചു പോയാൽ ഇവർ അവസാനം ചെന്നെത്തുന്നത് ഞാൻ ഇന്ന് പ്രവർത്തിച്ചു കൊടുക്കുന്ന ഇൻഡസ്ട്രിയിൽ, ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിലായിരിക്കും. ആ ഇൻഡസ്ട്രിയിൽ ഇവർ ഞങ്ങൾക്കൊരു ബാധ്യത തന്നെയാണ്. ഞങ്ങൾ ഒന്നേന്ന് പറഞ്ഞ് ഇവരെ പഠിപ്പിച്ചു തുടങ്ങണം. പക്ഷേ അപ്പോഴേക്കുള്ള പ്രശ്നം, ഇവരുടെ ക്യാരക്ടർ ഡെഫിഷ്യൻസീസ് എല്ലാം അക്യുമുലേറ്റ് ചെയ്ത് ഇവരൊരു ഒരു ചുടുകട്ട പോലെ ആയിക്കഴിഞ്ഞു. നമുക്ക് വേണ്ടത് ആ ക്ലേ ആണ്. ആ ക്ലേ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ മാറ്റിയെടുക്കണം. അത് ചെറുപ്പത്തിലാണ് വേണ്ടത്. ഈ ക്യാരക്ടർ കറക്ഷൻസ് നടത്തണമെങ്കിൽ ഇവരെ നമുക്ക് നേരത്തെ കിട്ടണം. അവരെ ഗൈഡ് ചെയ്യാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. അത് ഞങ്ങൾ ചെയ്ത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ നാട്ടിലും എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് മറ്റൊരവസരത്തിൽ ചർച്ച ചെയ്യാനല്ല നമ്മൾ വന്നിരിക്കുന്നത്. ഞാനിത് പറഞ്ഞു വന്നത്, എനിക്കിതിൻ്റെ എല്ലാം സ്പാർക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒരു അമ്മയിൽ നിന്ന് കിട്ടിയതാണ്. ഒരു പക്ഷേ ആ പുസ്തകം വായിക്കുന്നവർക്കറിയാം, കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രിയാവേണ്ട വ്യക്തിയായിരുന്നു. അമ്മയുടെ കൂടെയുള്ളവരെല്ലാവരും, മിക്കവാറും എല്ലാ അടുത്ത കൂട്ടുകാരെല്ലാവരും മന്ത്രിമാരായി അന്നത്തെ. സുശീല ഗോപാലനാവട്ടെ, KR ഗൗരി ആയിക്കോട്ടെ, ആ സീരീസിൽ കുറേ പേരുണ്ട്. ഐഷ ഭായ് തൊട്ട് എല്ലാവരും ഉണ്ട്. മഹാത്മാഗാന്ധി മരിച്ചപ്പോൾ കേരളത്തിലെ, തിരുവനന്തപുരത്തെ അന്നത്തെ വനിതകളെ മുഴുവൻ നയിച്ച എൻ്റെ അമ്മയ്ക്ക് രാഷ്ട്രീയം വിടേണ്ടി വന്നു. ആ അമ്മയ്ക്ക് എഴുത്തിൻ്റെ 17ാമത്തെ വയസ്സിൽ അമ്മ എഴുതിയ ഒരു കവിത ഇതിനകത്ത് ഉണ്ട്. അത് ഞാൻ പിന്നെ AI ഉപയോഗിച്ചിട്ട് മ്യൂസിക്കും ചെയ്തതാണ്. പക്ഷേ ആ അമ്മയ്ക്ക് എഴുത്തിൻ്റെ ലോകത്തിലേക്ക് പോകാൻ പറ്റാഞ്ഞത് പച്ചയായ യാഥാർത്ഥ്യങ്ങളുടെ മുന്നിൽ, അതായത് ജീവിത കഷ്ടപ്പാടുകൾക്കുള്ളിൽ ഞങ്ങളെ വളർത്താൻ, ഞങ്ങളാരും ധനികരായ കുടുംബത്തിലൊന്നും വളർന്നതല്ല, വിദ്യ മാത്രമായിരുന്നു ഞങ്ങളുടെ ധനം. ആ ഇതിൽ ഞങ്ങൾ 4 മക്കളെയും പഠിപ്പിച്ച് വലുതാക്കാൻ വേണ്ടി ആ അമ്മ സമയം മാറ്റിയപ്പോൾ അതിൽ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടത് അമ്മയുടെ രാഷ്ട്രീയ ജീവിതവും സാഹിത്യ ജീവിതവുമായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടത് എന്തോ അത് ഞങ്ങൾ തിരിച്ചു പിടിക്കുകയാണ്. മക്കൾ നല്ല നിലയിലായിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അതൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഈ ഒരു പുസ്തകത്തിലൂടെ, കാര്യം പുസ്തകത്തിൻ്റെ എഴുത്ത് കഴിഞ്ഞു, പുസ്തകം എല്ലാവരിലേക്കും എത്തി. പക്ഷേ അത് അവിടെ കൊണ്ട് അവസാനിക്കരുത്. ഒരു അമ്മ പകർന്നു തന്ന, എത്രയോ വർഷത്തിന് മുമ്പ് നേടിയെടുത്ത അറിവ് ആ പുസ്തകത്തിലൂടെ കിട്ടുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ, നാളെ മുതൽ ഞാൻ പരിചയപ്പെടുത്തുന്ന കസ്തൂരി ശലഭത്തെ നിങ്ങൾ ആവാഹിച്ചെടുത്ത് നിങ്ങളുടെ കുട്ടികളിലേക്ക് ഒരു കസ്തൂരി ശലഭമായി മാറാൻ നിങ്ങൾക്കാവണം. നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ ഉള്ളിലുള്ള അറിവ്, നിങ്ങളുടെ ഉള്ളിലുള്ള ഓർമ്മകൾ അവർക്ക് പകർന്നു കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ പരാജയമാണ്. നിങ്ങൾ അവരിലേക്ക് കുത്തിവയ്ക്കുന്ന ജാതിയും മതവുമാണ് ഏറ്റവും വലിയ കാര്യമെന്ന് നിങ്ങൾ തിരിച്ചറിയരുത്. ഇവിടെ ജാതിയും മതവും കുത്തിവെക്കാത്ത ഒരു വ്യക്തിയില്ല. പക്ഷേ എൻ്റെ അമ്മ എൻ്റെ ഉള്ളിലേക്ക് ജാതിയും മതവും കുത്തിവെക്കാത്തത് കൊണ്ടാണ് ലോകത്തിൽ തന്നെ ആൻറ്റി കാസ്റ്റ് പോളിസി നടപ്പാക്കാൻ സാധിച്ച ഏക സ്ഥാപനത്തെ നടത്താൻ പറ്റിയത്. എൻ്റെ ഉള്ളിലേക്ക് ഈ ജാതിയും മതവും കുത്തിക്കയറ്റാത്തത് കൊണ്ടാണ്.
അതായത് നിങ്ങൾക്ക് ജാതിയും മതവും കുത്തിക്കയറ്റാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് മറ്റു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല? എന്തുകൊണ്ട് 25 ഡിഷ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കുട്ടികളെ പഠിപ്പിക്കാൻ സാധിച്ചില്ല? കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ്സിലെ കുട്ടികളോട് ചോദിച്ചു, അച്ഛൻ എന്താണ് ചെയ്യുന്നത്? മെയ് 1-ാം തീയതി നടന്ന ക്ലാസ്സിൽ കുട്ടികൾ വന്നിരിക്കുക, അച്ഛൻ ഏത് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു? ഒരു കുട്ടിക്ക് എണീറ്റ് ഒന്ന് പറയാൻ സാധിച്ചില്ല ഏത് സ്ഥാപനത്തിൽ എന്തായി വർക്ക് ചെയ്യുന്നു. അവർക്ക് അന്ന് കൊടുത്ത അസൈൻമെൻ്റ് ആണ്. തിരിച്ചു പോകണം അച്ഛനോടൊപ്പം, അച്ഛനിൽ നിന്ന് പഠിക്കണം. അച്ഛൻ ഏത് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു, എന്തായി വർക്ക് ചെയ്യുന്നു, ആ ഒരു 2 മിനിറ്റ് ഇൻഫർമേഷൻ മതി. അത് അച്ഛൻ്റെ മൊബൈലിൽ നിങ്ങൾ തന്നെ പറയണം, എൻ്റെ അച്ഛൻ ഇതാണ്. അത് ഫാർമർ ആയിക്കോട്ടെ, എൻ്റെ അഭിമാനത്തോടു കൂടി പറയണം, എൻ്റെ അച്ഛൻ കർഷകനാണ്, എൻ്റെ അച്ഛൻ ഇവിടെയാണ് ഇന്നതാണ് ചെയ്യുന്നതെന്ന് അച്ഛൻ്റെ തൊഴിലിനെ അഭിമാനത്തോടു കൂടി പറഞ്ഞാൽ മാത്രമേ ആ കുട്ടി നാളെ കർഷകനാകാൻ ശ്രമിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ബംഗാളിയുടെ ലോകത്ത് നാളെ കേരളത്തിൽ ജീവിക്കേണ്ടി വരും. അതുണ്ടാവാതിരിക്കട്ടെ. നിങ്ങളിൽ ഒരു കസ്തൂരി ശലഭം വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.